സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി അങ്ങനെ ടൈപ്പ് ഒരു മൂവിയാണ്. ഫാന്റസി എന്ന് പറയാം, സയൻസ് ഫിക്ഷൻ എന്ന് പറയാം. അങ്ങനത്തെ ടൈപ്പ് മൂവിയാണിത്. ഇത് നമ്മുടെ 2040 നമ്മുടെ ഫ്യൂച്ചർ, അതിൻ്റെ അകത്ത് നടക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ അതിനെ എന്താ പറയാ ഒരു കോമഡി രീതിയിൽ അത്യാവശ്യം ഫണ്ണി എലമെന്റ്സ് ഒക്കെ ചേർത്ത് കുറച്ച് എന്താ പറയാ അതിനെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളും കുറച്ച് കോമഡി ആണെങ്കിൽ പോലും അതിൽ തമാശയായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുള്ളതും അതിന്റെ സിനിമയുടെ ക്ലൈമാക്സ് ആണെങ്കിലും അങ്ങനെ കുറെ ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനത്തെ ഒരു മൂവിയാണ് മസ്തിഷ്ക മരണം എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ലൊരു വർക്കായ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. കാരണം ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഫോണൊക്കെ എടുത്ത് ഇടയ്ക്ക് നോക്കാറൊക്കെ ഉണ്ട്. ചില മൂവീസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പം എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ അത്ര എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല വർക്കായ മൂവീസാണ്. പ്രത്യേകിച്ച് കൃഷാന്തിന്റെ ആ പുള്ളിക്കാരന്റെ സിനിമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആവാസ വ്യൂഹം ആയാലും പുരുഷപ്രേതമായാലും ഈ അടുത്ത ഒരു പടം ഇറങ്ങി, അത് ഒരു ഗംഭീര പടമാണ്. സംഘർഷഘടന, ആർട്ട് ഓഫ് വാർഫെയർ, അങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഗംഭീര പടം. അതെന്താ റോ ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ടൈപ്പ് മൂവിയാണ്. പുള്ളിക്കാരൻ ഡയറക്ഷൻ എല്ലാം അങ്ങനത്തെ ടൈപ്പ് മൂവിയാണ്. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എവരി വൺ കപ്പ് ഓഫ് ടീ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടമല്ല, പക്ഷേ എൻജോയ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യും പടം. ആ ഒരു ജോണറും ആ ഒരു ടൈപ്പ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ് മസ്തിഷ്ക മരണം. കാരണം പുള്ളിക്കാരന്റെ ആ കൃഷാന്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഡയറക്ഷനാണ്. എനിക്ക് ഭയങ്കര വർക്കാവുന്നത്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് കൃഷാന്ത്. കാരണം പുള്ളിക്കാരന്റെ പടങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കുറേ സംഭവങ്ങൾ നമ്മുടെ ഫ്യൂച്ചറിൽ വരാൻ സാധ്യത എങ്ങനെയാണ് പോക്കെങ്കിൽ ഇപ്പോഴത്തെ ഇത് എയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളാണ്. മേ ബി സംഭവിച്ചേക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. കാരണം നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു പോക്ക്, അതിന്റെ ഒരു ഫ്യൂച്ചർ ആ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഇതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അന്യായമായിരുന്നു. അടിപൊളി മേക്കിങ്ങും അതിന്റെ ഒരു എന്താ പറയാ ക്യാമറ വർക്കും ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു ടൈപ്പ് മൂവിയാണ്. പറ്റുമെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു മൂവിയാണ്. കഥയൊന്നും അങ്ങനെ പറയാൻ മാത്രം കഥയൊന്നുമില്ല. പക്ഷെ സിനിമ എടുത്തിരിക്കുന്ന അതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും അടിപൊളിയാണ്. ഒരു എന്താ പറയാ കുറച്ച് സ്ലോ മോഷൻ പരിപാടികളും കുറച്ച് കട്ടുകളും കാര്യങ്ങളും ഉണ്ട് പുള്ളിക്കാരന്റെ പടത്തിൽ എല്ലാത്തിനും ഉള്ള കൃഷ്ണാനന്ദന്റെ സിനിമകളിൽ എല്ലാത്തിനും അങ്ങനത്തെ കുറച്ച് കട്ടുകളും കുറച്ച് എന്താ പറയാ ചില സൈലൻസ് ചില മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പുരുഷപ്രേത സിനിമയ്ക്കകത്തൊക്കെ ചില ചില കട്ടുകളും ചില സ്ലോ മോഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്യായമായിരുന്നു. നമ്മൾ കണ്ടിരുന്നു നമ്മള്. അങ്ങനത്തെ ടൈപ്പ് നല്ലൊരു ടൈപ്പിന് മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത്. ഇത് ഭയങ്കര എന്താ പറയാ ഈ അടുത്തായിട്ട് തന്നെ ഇപ്പം ഈ 2 വർഷത്തിന് 2-3 ഒരു സീരീസ് 2 സിനിമ എടുത്തു പുള്ളിക്കാരൻ. ഇതൊക്കെ എപ്പോൾ സമയം കിട്ടുന്നുണ്ടെന്നാ, ഇതൊക്കെ എങ്ങനെയാണ് എപ്പോഴാണ് ഇതൊക്കെ എടുത്ത്